എനിക്ക് എല്ലാവരോടും നമസ്തേ. എനിക്ക് പൊതുജനങ്ങളോടൊരു അഭിപ്രായം പറയാനുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് എല്ലാ മതേതരത്വ ശക്തികളും എല്ലാവരും മതേതരത്വം പറഞ്ഞു വരും. ഇവിടെ മതേതരത്വമല്ല നടക്കുന്നത്. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം ഭരണ ഹിന്ദു എത്ര നാണം കെട്ടും ഇവരെ പിറകെ ചെല്ലും എന്നുള്ളത് അവർക്കറിയാം. അവർക്ക് വേണ്ടത് വോട്ടാണ്, നോട്ടം. അതിനെന്ത് തന്ത്രങ്ങളും അവർ ഉപയോഗിക്കും. ഇല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ ഹൈന്ദവരും മുസ്ലിങ്ങളെ പോലെയും ക്രിസ്ത്യാനികളെ പോലെ അഭിമാനം ഉണ്ടാവണം. എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ദിവസം നമ്മൾ എല്ലാവരും അഭിമാനത്തോടെ ജീവിക്കണം. നമ്മൾ ചിന്തിച്ച് വേണം ഇനി വോട്ട് കൊടുക്കാൻ. ചിന്തിക്കാതെ വോട്ട് കൊടുക്കുന്നതിൻ്റെ പേരിലാണ് പലയിടത്തും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ആചാരങ്ങളിൽ കവിഞ്ഞ് അവിടെ ഒരു പരിപാടി നടത്താൻ ഹൈന്ദവനെ സമ്മതിക്കില്ല. കാരണം എന്താ? ക്ഷേത്രം നശിപ്പിക്കുക. നോക്കൂ, മറ്റുള്ള ദേവാലയങ്ങളിലൊക്കെ അവരെ മതപഠ കാര്യങ്ങൾ നടത്താം, അവർക്കൊരു തടസ്സവുമില്ല. പള്ളിയിൽ നടക്കാം, ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ നടക്കുന്നുണ്ട്, അവരവരെ പഠിപ്പിക്കുന്നുണ്ട്, അവരെ ആചാരങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു മതേതരത്വത്തിന് ഒരു തടസ്സവുമില്ല. തിരിച്ച് ഹൈന്ദവന്റെ ക്ഷേത്രത്തിൽ വന്ന് എന്തെങ്കിലും ഹൈന്ദവൻ പഠിച്ചു പോയാൽ അത് വർഗീയവാദം. ഇത് പറയുന്നവരാണ് നാണം കെട്ട ഹിന്ദു. നമുക്ക് അഭിമാനം ഉണ്ടാക്കണം. ഈ ഒരു ദിവസമെങ്കിലും അഭിമാനമുള്ള ഹിന്ദുവായിട്ട് നിങ്ങൾ ജീവിക്കണം. അല്ല കണ്ടവന് കൊണ്ടുവന്ന സ്വന്തം രാജ്യത്തോട് കൂറില്ലാത്തവനും സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് അറിവില്ലാത്തവനും സ്വന്തം പാരമ്പര്യത്തെക്കുറിച്ച് അറിവില്ലാത്തവനും എല്ലാവർക്കും കൊണ്ട് നമ്മൾ വോട്ടിടരുത്. കാരണം ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൊണ്ടായിട്ട് എത്ര വർഷമാവും? ഒരു 100-125 വർഷത്തിന് ഇപ്പറേ ആയിട്ടുള്ളൂ. ലോകം ഉണ്ടായിട്ട് കോടിക്കണക്കിന് വർഷമായി. നമ്മളെ രാമായണത്തിൽ തന്നെ സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. രാമായണം പുരാണമല്ല, നമ്മുടെ സ്വതന്ത്രൻ എന്ന് വെച്ചാൽ നമ്മൾ സ്വതന്ത്ര തീരുമാനം എടുക്കാം. നമ്മൾ ആലോചിച്ച് ജീവിക്കണം, ആലോചിച്ച് ചെയ്യണം, ആലോചിച്ച് പറയണം. അല്ലാത്തവനെ ഇന്നലെ കണ്ടവനെ അച്ചാന്ന് വിളിക്കുന്ന ആൾക്കാരെ വോട്ട് കേട്ട് വരുമ്പോൾ നമ്മൾ വോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പറയും, ഒന്ന് ആലോചിക്കണം. ഒരു ഇസ്ലാമിക മതത്തിനെ കുറിച്ചോ എന്തെങ്കിലും രീതിയിൽ കളിച്ചാൽ അവരെല്ലാം കുത്തക വോട്ട് ബാങ്ക് പോലെ വോട്ട് അവർക്ക് കുറയും. അതുപോലെ ക്രിസ്ത്യൻ മതത്തിൽ അവരാ ക്രിസ്തുവിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു നാക്ക് പൊക്കിക്കഴിഞ്ഞാൽ കുത്തകേറ്റ് വോട്ട് കുറയും. ഇവിടെ നാണം കെട്ട് പറയുന്ന അത്രയും ഹൈന്ദവനെയാണ് ആ ക്ഷേത്ര ദേവാലയത്തിന്. ഇപ്പൊ ശബരിമല നടന്നത് വേറെ ദേവാലയത്തിലാണെങ്കിൽ ഇവരെ അഡ്രസ് ഈ കേരളത്തിൽ കാണില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഒരു ദിവസമെങ്കിലും ജീവിക്കണമെന്ന് അഭിമാനം ഉണ്ടോ എങ്കിൽ നിങ്ങൾ അഭിമാനത്തോടെ ജീവിക്കണം. ഇവിടെ നടക്കുന്നത് മതേതരത്വമല്ല നടക്കുന്നത്. ഇവിടുത്തെ ഹൈന്ദവനെ നശിപ്പിക്കുവാൻ വേണ്ടി മാത്രം തുണിഞ്ഞിറങ്ങിക്കുന്നതാണ് എല്ലാവരും. ഇലക്ഷൻ കഴിയുമ്പോഴും നോക്കിക്കോളൂ, ഇവർ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഇവരെല്ലാവരും നല്ല ശാന്തരായിട്ട് അല്ല അതായത് കൊക്ക് വരും പോലെ വരും. കൊക്കിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്ത് ശാന്തനായിട്ട് വെള്ളത്തിൽ കാലെടുത്ത് വെക്കുന്നത് പോലും അറിയില്ല. ആ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അറിയില്ല. പക്ഷെ തിരിച്ചു നോക്കണം, ആ കൊക്ക അപ്പുറത്തിരിക്കുന്ന 5-6 മീനിനെയും തിന്ന് 5-6 തവളയും പിടിച്ച് തിന്നിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ള കാണുമ്പോൾ അങ്ങ് മയങ്ങി വീഴരുത്. ഈ രാജ്യത്ത് ഏറ്റവും വലിയ വർഗീയവാദി ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് അറിയില്ല, മതത്തിൽപ്പെട്ടവനും അറിയില്ല, ക്രിസ്ത്യാനിക്കോ മുസൽമാനോ അറിയില്ല. ഏറ്റവും വർഗീയവാദി ഇവിടുത്തെ ബന്ധക്കോസാണ്. നമ്മുടെ ചരിത്ര പുരുഷന്മാരെ അവഗണിച്ച് തള്ളും. അതിൽ സപ്പോർട്ട് അവർക്ക് എന്താണ് കാരണം? അവർക്കറിയാം ഈ രാഷ്ട്രീയക്കാർ രണ്ടുപേരും ഹൈന്ദവനെ നശിപ്പിച്ചു തരും. ആ ഹിന്ദുവിനെ കുറിച്ച് എന്ത് ആക്ഷേപം! ഇന്ന് തന്നെ എൻ്റെ അടുത്ത് ഒരു ബന്ധുക്കോസുകാർ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ കല്ലിനെയും മണ്ണിനെയൊക്കെ വെച്ച് പൂജിക്കുന്ന ചാത്തനെയും പ്രാതങ്ങളിൽ വെച്ച് പൂജിക്കണേന്ന്. അവർ വെച്ച് പൂജിക്കുന്ന ആരെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ആരവശം വേണ്ട സ്വന്തം ആലോചിച്ചപ്പോഴത്തെ ഈ ഏറ്റവും രാജ്യത്ത് സർവനാശം ഉണ്ടാക്കുന്ന ബന്ധക്കോസാണ്. ഇവർ ഈ നമ്മളെ വിഗ്രഹാരാധനയെ കുറിച്ച് പറയപ്പോൾ മറ്റു 43 സഭയിൽ 36 സഭക്കാർ ക്രിസ്തുവിന്റെ കട്ടൗട്ട് വെച്ച് പൂജിക്കുന്നുണ്ട്. അവിടെ ചെന്ന് പറയാം, അവർ ആ കട്ടൗട്ട് എടുത്ത് കളഞ്ഞിട്ട് വരട്ടെ, ആ വിഗ്രഹാരാധന എടുത്ത് കളഞ്ഞിട്ട് വരട്ടെ. അത് ചെയ്യില്ല. തിരിച്ച് ഹൈന്ദവനെ ആയിരിക്കും പറയുന്ന വിഗ്രഹാരാധനയെ കുറിച്ച് മോശമായി പറയാം. അതിനെ എതിർക്കുന്നവൻ വർഗീയവാദി, ഈ പറയുന്നവൻ സ്വർഗീയവാദി. ഇവിടെ ഇത്രയും കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ വർഗീയവാദത്തിൽ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ആദർശങ്ങളെ, നമ്മുടെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആ ഭാരതത്തിൽ നമുക്കിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പഴയ നിയമം പുതിയ നിയമം ബൈബിളുണ്ട്, ഖുർആന്റെ മലയാളമുണ്ട്. നമ്മുടെ ഈശ്വരന്മാരെ എല്ലാവരും നമ്മൾ അംഗീകരിച്ച് പോകുന്നവരാണ് ഭാരതീയർ. ഒന്നിനെയും തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മുടെ കൂടപ്പുറപ്പ് തന്നെയാണ് അവർ മാറി ജീവിക്കുന്നത്. ഇന്ത്യക്കകത്തുള്ള ഒരു മുസൽമാനും സൗദിയും താമസിക്കുന്നവരല്ല. ഇവിടെ താമസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയും ഇസ്രായേലൊന്നും താമസിക്കുന്നതല്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് ക്രിസ്ത്യാനിയോ മുസൽമാനോ ഇവിടുത്തെ ഹിന്ദുക്കളല്ല കുഴപ്പക്കാര്. ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സർവനാശം ആഗ്രഹിക്കുന്ന ഒന്ന് ബന്ധക്കോസും, ഒന്ന് കമ്മ്യൂണിസ്റ്റും, ഒന്ന് കോൺഗ്രസുമാണ്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വോട്ടിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേര് ബന്ധക്കോസ് ഹൈന്ദവന്റെ വീട്ടിൽ ഇറങ്ങി കയറി പറയും. ഹൈന്ദവനെ കുറിച്ച് ഹൈന്ദവനാണെങ്കിലോ അവന് അതായത് ഭാഗവതം അറിയില്ല, രാമായണം അറിയില്ല, ഹരിനാമ കീർത്തനം അറിയില്ല, സന്ധ്യയ്ക്ക് സന്ധ്യാനാമം ചൊല്ലുന്ന എന്തിനാണെന്ന് പോലും അറിയില്ല. ഈ അറിവില്ലാത്ത മതപരിവർത്തനം ചെയ്ത് കൊണ്ടുപോവുക, ഇതാണ് അവന്റെ ലക്ഷ്യം. നോക്കൂ, ക്രിസ്തു ഒരിക്കലും ആ ബൈബിളിൽ പോലും തെളിഞ്ഞിട്ടുണ്ട്, ക്രിസ്തു ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയല്ല. ബൈബിൾ എഴുതിയിട്ടില്ല, മാമോദിസ മുങ്ങിയിട്ടുമില്ല. അയാളെ പേരിൽ കൂടെയാണ് ഇവിടെ പെന്തിക്കോസ് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ ദൈവം വരുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു ഹൈന്ദവൻ മരിച്ചവരെ വെച്ച് പൂജിക്കുന്നുണ്ടോ? ഇല്ല.
മരിച്ച എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ച എൻ്റെ അച്ഛൻ്റെ പ്രേതത്തിനെ വെച്ച് നമ്മൾ ആരാധിക്കുമോ? ഇല്ല. ആ ഫോട്ടോ വെച്ച് പൂജിക്കോ? ഇല്ല. ജീവിച്ചിരിക്കുമ്പോഴുള്ള ഫോട്ടോ മാത്രമാണ് നമ്മൾ വെച്ച് ആരാധിക്കുന്നത്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നവർ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ പറയുന്ന എൻ്റെ അച്ഛനെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. എൻ്റെ അച്ഛൻ്റെ രൂപം നിങ്ങളെ മനസ്സിൽ തെളിഞ്ഞോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് തെളിയില്ല? എൻ്റെ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ഈ നമ്മുടെ അച്ഛനെ നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കൂ, നമുക്ക് ആ മനസ്സിലായ രൂപം തെളിയും. അപ്പൊ 2000 വർഷം കൊണ്ട് ഈ ക്രിസ്തുവിനെ ഇന്ത്യ മഹാരാജ്യത്ത് ആരും കേട്ടാതിരുന്നു, ആ കട്ടൗട്ട് വയ്ക്കാൻ സമ്മതിക്കാതിരുന്നു എങ്കിൽ ഇവൻ രാത്രി കിടന്ന് ഈ ഹല്ലേലൂയ സ്തോത്രം രാത്രി കാലങ്ങളിൽ ദൈവം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏത് ദൈവമാണ് വരുന്ന ആ രൂപം തെളിയിക്കാൻ അവനെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഹൈന്ദവൻ നല്ലവനായതുകൊണ്ടാണ് ഇവന്റെ ഈ പള്ളികൾ എല്ലായിടത്തും വന്നത്. അതിൽ കൂടിയാണ് അവൻ വിഗ്രഹാരാധനെ തള്ളി പറയുന്നത്, നമ്മുടെ വിഗ്രഹാരെ തള്ളി പറയുന്നത്. ഇവൻ ആരെയാണ് ഈ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുമ്പോൾ രാത്രി കാലങ്ങളിൽ വരുമ്പോൾ ഒരു രൂപം തെളിയണ്ടേ? ഈ രൂപം തെളിയണമെങ്കിൽ മറ്റ് 36 സഭക്കാർ വിഗ്രഹാരാധന നടത്തുന്നതാണ്. അതുകൊണ്ടാണ് ഇവൻ ഇവിടെ കിടന്ന് വിളിക്കപ്പോൾ ഇവരെ മുമ്പിൽ യേശുദേവൻ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഈ യേശുദേവന്റെ കട്ടൗട്ട് ഈ രാജ്യത്ത് ആരും വെക്കാൻ സമ്മതിക്കാതിരുന്നു എങ്കിൽ ഇവർ ഈ കിടന്ന ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഏത് വിഗ്രഹം ഇവരെ മനസ്സിൽ തെളിയുമെന്ന് ഞാൻ ഒരാൾക്ക് കൂടെ ചോദിച്ചു, അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളിത് അറിഞ്ഞ് പ്രവർത്തിക്കണം. ബന്ധക്കോസ്കാരൻ വന്നാൽ അവനെ കഴിയുന്നതും പറഞ്ഞു വിട്ടില്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് ഏൽപ്പിക്കണം, നോട്ടീസും കൊണ്ട് വന്നാൽ. അങ്ങനെ ഒരു കാര്യമെങ്കിലും നിങ്ങൾ പുണ്യമുള്ള പ്രവൃത്തി ചെയ്യൂ എന്ന് എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക അപേക്ഷയുണ്ട്. നിങ്ങൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടോണ്ടിരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സർവനാശം ആഗ്രഹിക്കുന്നത് 3 പേരാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഹിന്ദു, ഒന്ന് കോൺഗ്രസ് ഹിന്ദു, ഒന്ന് ബന്ധക്കോസ്. അല്ലാതെ നമ്മുടെ രാജ്യത്ത് സർവനാശം ആരും ആഗ്രഹിക്കുന്നില്ല. മുസ്ലിങ്ങളൊന്നും ഒരു കാരണവശാലും നിങ്ങൾ പറഞ്ഞാൽ നാക്ക് പിഴുത്തു. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൊച്ചുനാൾ വരെ എനിക്ക് അനുഭവമുണ്ട്. അവരെ വീട്ടിൽ നമ്മളൊരു പ്രസാദം കൊടുത്ത് അവർ കഴിക്കും. ഞാൻ ഇന്നും നോമ്പ് കഞ്ഞി കുടിച്ചവരാണ് ഞാൻ ഇന്നും ഇരിക്കുന്നത്. ഞാനൊരു നല്ല ബ്രാഹ്മണ ദമ്പതി കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ. പക്ഷെ ഇന്ന് വരെ ഞാൻ നോമ്പ് കഞ്ഞി കുടിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം കുഞ്ഞുനാൾ വരെ എനിക്ക് അറിയാം, പിരിവിന് ചെന്നാൽ പോലും 10 രൂപ തരാതെ ഒരു മുസ്ലിം വീട് കാണത്തില്ല. 10 രൂപ പിരിവ് തന്നേ അയക്കൂ. നമ്മളെ കഴിവുകൾ കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഭീകര സംഘടന കാണിക്കണമെങ്കിൽ അത് നമ്മുടെ ഒത്തൊരുമ അല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഒത്തൊരുമയായിരുന്നാൽ ഏറ്റവും ലോകത്ത് വെച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് അറിയാം, ലോകത്ത് വെച്ച് ഏറ്റവും നല്ലൊരു മതം ഉണ്ടെങ്കിൽ ഇസ്ലാമിക മതമാണ്. അവർ നമ്മളെ ഉപദ്രവിക്കുന്നൊന്നുമില്ല, നമ്മൾ ശരിയല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മളെ തങ്ങൾ അടുപ്പിക്കുന്നത് അത്രയും ഇവിടുത്തെ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ മക്കൾ നശിക്കും, ഉറപ്പാണ്. അതിൽ ഒരു സംശയവും. നല്ലതായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.